നമുക്ക് സേതുവിന്റെ പല്ലുപേടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സ്വാതി വീട്ടിലേക്ക് പോകാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു നിമിഷം വല്ലാത്തൊരു പതർച്ചയായി പോയി അഖിൽ അത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് പോകുമെന്ന്. ഇനിയിപ്പോ സ്വാതിയെ കണ്ടു കിട്ടാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനിയിപ്പോ സ്വാതി മടങ്ങി വരത്തില്ല. തനിക്ക് മാധവമേനന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ മതിയാവുള്ളൂ. പോരാത്തതിന് SP-യുടെ ഓർഡറുമുണ്ട്. അവരുടെ കുടുംബത്തിൽ ചെന്ന് മാധവന്റെ കുടുംബത്തിൽ ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നുള്ള. അങ്ങനെ ആ കുടുംബത്തിൽ കയറാൻ പറ്റിയ ഏക പിടവള്ളി സ്വാതിയാണ്. ആ സ്വാതിയാണ് പോകുന്നത്. ഒടുവില് സ്വാതിയോട് അഖില് പറഞ്ഞു, സ്വാതി എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത് കേട്ടപ്പോ സ്വാതി പറഞ്ഞു, എന്താ അഖിലെ? അഖിലിന് എന്നോട് എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഖില് പറഞ്ഞു, അല്ല അത് കേട്ട് കഴിയുമ്പോ സ്വാതി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സ്വാതി ഓർത്തു എന്തേലും വലിയ പ്രശ്നമാണോ. അവിടെ സ്വാതി പറഞ്ഞു, എന്ത് കാര്യമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴാണ് അഖില ആ കാര്യം പറയണേ. സ്വാതി ഇന്ന് പോയിട്ടുണ്ട്, പിന്നെ നമ്മൾ തമ്മിൽ കാണോ ഇല്ലയൊന്നും അറിയത്തില്ല. സ്വാതിയുടെ വീട്ടുകാരെ ഒന്ന് പരിചയപ്പെട്ടാലോ എനിക്ക് കൊള്ളാവുന്നുണ്ട്. അത് കേട്ടപ്പോ സ്വാതി പറഞ്ഞു, അല്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടാണല്ലോ. അങ്ങനെയല്ലോ, വീടും പരിസരവും ഒക്കെ ഒന്ന് കണ്ടിരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പോയിട്ടുണ്ടായാലും ഇനിയിപ്പോ എന്നാ. എനിക്ക് മാധവൻ സാറിന്റെ കുടുംബത്തെ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സാറാണ് എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പൈസ കാര്യങ്ങളൊക്കെ മുടക്കിയത്. അതെനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉള്ളൊരു നല്ലൊരു മനുഷ്യനുമായിട്ട് അല്ലെങ്കിൽ ആ മനുഷ്യന്റെ കുടുംബവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് ആ കുടുംബത്തിലേക്ക് വന്ന് മാധവ സാറിന്റെ ഭാര്യയെ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി പറഞ്ഞു, ശരി ഓക്കെ പോരെ. അങ്ങനെ അഖില് തന്റെ തന്ത്രം ഉപയോഗിച്ച് പൊന്നും പടത്തിലേക്ക് തിരിക്കുകയാണ് സ്വാതിയുടെ ഒപ്പം. അഖിലിന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പം പല കാര്യങ്ങളും വ്യക്തമാവും. സ്വാതിയോട് ഒപ്പം ഇത്ര നാൾ സംസാരിച്ച് നടന്ന പോലെ ഒന്നും അല്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും മാധവ സാറിനെ കുറിച്ച്. അപ്പൊ അതൊക്കെ അറിയണം. എത്രയും പെട്ടെന്ന് തന്നെ തനിക്ക് ഈ അന്വേഷണത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. പക്ഷെ അത് ആ കുടുംബത്തിൽ ചെന്നാൽ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്തു. ഈ സമയത്ത് ഇന്ദ്രൻ തന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഋതു ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പോരാത്തന്നെ പല്ലവി അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലായിരുന്നു. പല്ലവിക്ക് നല്ല സങ്കടമുണ്ട്. കുഞ്ഞ് കരയണ സമയത്ത് ഇന്ദ്രനാണ് കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കുഞ്ഞല്ലേ, അപ്പൊ അതിന്റെ എല്ലാ പ്രാഥമിക കൃത്യങ്ങളും കാര്യങ്ങളെല്ലാം ഇന്ദ്രൻ തന്നെ നോക്കണം. അപ്പൊ അതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പല്ലവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ദ്രൻ അങ്ങനെ തോറ്റു പിന്മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് വന്നാലും ശരി കുഞ്ഞിന്റെ കാര്യങ്ങൾ താൻ തന്നെ നോക്കുന്ന ഒരു ചിന്തയായിരുന്നു ഇന്ദ്രന്. നല്ല ഭംഗിക്ക് ഇന്ദ്രൻ അത് തന്നെ കൊണ്ട് കഴിയുന്ന പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഋതു വിചാരിച്ചെന്താ, എത്ര ദിവസത്തേക്കാ? കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതൊക്കെ അങ്ങോട്ട് മാറും. ഇയാള് വിളിച്ചാൽ തന്നെ, പക്ഷെ ഇയാൾക്ക് കുഞ്ഞിനെ നോക്കാൻ സാധിക്കില്ല. ഒടുവില് തോറ്റു പിന്മാറും. അങ്ങനെ ഒരു ചിന്തയൊക്കെയായിരുന്നു ഋതുവിന്റെ മനസ്സിൽ. പക്ഷെ തോറ്റു പിന്മാറില്ല താൻ ഒറ്റ വാശിയിലായിരുന്നു ഇന്ദ്രനും. കുഞ്ഞിനെ കരയിക്കാതെ മാക്സിമം കൊണ്ടു നടക്കാൻ തന്നെ ഇന്ദ്രൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇന്ദ്രൻ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കരച്ചിലാണെങ്കിലും കുഞ്ഞ് കരച്ചിൽ നിർത്തും. കാരണം ഇന്ദ്രനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മോള്. ഈ സമയത്ത് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു രാജലക്ഷ്മി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനിയിപ്പം കുഞ്ഞെന്നുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. പാറുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞില്ലാതായി. എന്ത് ചെയ്യണം? അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. എല്ലാ പ്രതീക്ഷയല്ലേ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോയത്. ഉടനെ പാറുവിനെ ഡിസ്ചാർജ് ആയി പാറു വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നാലും അവള് പഴയ പടിയിലേക്ക് മാറാനായിട്ട് കുറച്ച് താമസം എടുത്തു. കാരണം ഒട്ടും കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പാറുവിന്. ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ട് ആ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നേ. അപ്പൊ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഇനിയിപ്പൊ താന് എന്ത് ചെയ്യുന്നൊരിതായിരുന്നു. പക്ഷെ കട്ട സപ്പോർട്ടായിട്ട് രാജലക്ഷ്മി വിഷ്ണു കൂടെ നിന്നു. രാജലക്ഷ്മിക്കറിയാം അവളുടെ മനസ്സിന്റെ വേദന എന്താന്ന്. താങ്കൾ അനുഭവിക്കുന്ന വേദനയുടെ 100 ഇരട്ടി അവൾ അനുഭവിക്കുന്നുണ്ട്. ഇത്രയും നാളെ വയറ്റിൽ കൊണ്ടുവരുന്നതാണ്. നാളെ പുറത്തു വരും. അപ്പം തന്റെ കുഞ്ഞെന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി ഇരുന്നവളാണ് പാറു. പെട്ടെന്നൊരു നിമിഷമാണ് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അത് പാറുവിന് നല്ല ഏതൊരമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരിക്കും. പ്രതീക്ഷയോടെ കാത്തിരുന്നല്ലേ. അപ്പൊ അവൾക്ക് വേണ്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണം എന്നൊക്കെ രാജലക്ഷ്മി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവള് പറഞ്ഞ പോലെ മറ്റാരേക്കാളും തന്റെ സ്വന്തം പെറ്റമ്മയെക്കാളും കൂടുതൽ സ്നേഹം തന്ന ആള്
തന്റെ അമ്മായിമ്മയാണ്. അത് രാജലക്ഷ്മിയുടെ മനസ്സിൽ കൊണ്ടായിരുന്നു. അല്ലെങ്കിൽ രാജലക്ഷ്മി പാറ ഗർഭിണിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അത്ര നല്ല സ്നേഹവും കരുതലും കൊടുത്തത്. ഇപ്പൊ സ്വന്തം മകളെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. പോരാത്തതിന് അവളാണ് തന്റെ കണ്ണു തുറപ്പിച്ച് നല്ലൊരു ജീവിതം തനിക്ക് കാണിച്ചു തന്നത് അവളാന്നുള്ള കാര്യം രാജലക്ഷ്മി മറന്നു പോയിട്ടുണ്ടായിരുന്നില്ല. വിശ്വത്തോടും രാജലക്ഷ്മി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഒരു കാരണവശാലും അവളുടെ മനസ്സിനെ നമ്മൾ വേദനിപ്പിച്ചുകൂടാ. ദൈവം വിധിച്ചിട്ടില്ല ആ കുഞ്ഞിനെന്ന് നമ്മൾ കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം സ്വാതി അഖിലിനെയും കൂട്ടി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് സേതുവും പല്ലവിയൊക്കെ ഇതിനെക്കുറിച്ച് അറിയണേ. പിന്നീട് സേതുവിൻ്റെ അടുത്ത് എന്നിട്ട് സ്വാതി കാര്യങ്ങൾ പറയുന്നുണ്ട്. സേതു ഏട്ടാ, ഇത് അഖില് അല്ല, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടാണല്ലോ അല്ലേ? അഖിലിന് ഇവിടെ അടുത്തൊരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ അതിനു വേണ്ടി വന്ന അങ്ങനെയാണ് പറയണത്. അപ്പൊ പിന്നെ ഇങ്ങോട്ടേക്കൊന്ന് കൂട്ടിക്കൊണ്ട് വരാന്ന് വെച്ചു. 2-3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ ആ സമയത്ത് വല്ല ഹോട്ടലിലൊക്കെ റൂം എടുക്കേണ്ട കാര്യമില്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്നൊക്കെയാണ് സ്വാതി പറയണേ. അതെല്ലാം കേട്ട് സേതു ഇങ്ങനെ ഒന്ന് നോക്കി അഖിലിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുകയാണ്. ഇനിയിപ്പോ ആ കുറുപ്പമ്മാവൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ, സ്വാതി ഇവൻ തമ്മിൽ വല്ല ഇഷ്ടത്തിലാണോ, അതൊന്നും അറിയത്തില്ല. പക്ഷെ സ്വാതിയുടെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്താ ഏതാണെന്നൊന്നും സേതുവിനും പെട്ടെന്നൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്ക് സ്വാതി പറഞ്ഞു, സേതു ഏട്ടാ 2-3 ദിവസത്തെ കാര്യമുള്ളൂ, അതിന് ശേഷം അഖില് പോയിക്കോളെന്ന് പറഞ്ഞു. അപ്പോഴേ സേതു പറഞ്ഞു, അതിനെന്താ, കാരണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. സേതു കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നീട് പൂർണിമ അടുത്ത് എന്നിട്ട് സ്വാതി കാര്യങ്ങൾ പറയുന്നുണ്ട്. പൂർണിമയ്ക്ക് എതിർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അഖില് അവിടെ നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രൻ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് കുഞ്ഞിനെ പോയി ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് അഖില് മേടിക്കുന്നുണ്ട്. കുഞ്ഞിനെ കുഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. ഇത് കണ്ടുകൊണ്ടാ ഋതു അങ്ങോട്ടേക്ക് വരുന്നത്. ഋതുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതൊന്നും. കാരണം ആ കുഞ്ഞിനെ ആരും എടുക്കുന്ന പോലും ഇഷ്ടമില്ല. ആ കുഞ്ഞ് ഈ വീട്ടിൽ വേണ്ടാത്തൊരു സാധനമാണ് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഋതുവിന്റെ മനസ്സിൽ. മറ്റുള്ളവരെടുത്ത് കൊഞ്ചിക്കുന്ന കാണുമ്പോഴത്തേനും ഋതുവിന് ഒട്ടും സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അഖില് കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂട്ടാണ് നോക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇത്ര കാര്യത്തോടു കൂടി കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നീടാണ് ഇന്ദ്രനൊക്കെ ആ കാര്യങ്ങളൊക്കെ അറിയണേ. സ്വാതിയോടൊപ്പം വന്ന് ചെറുപ്പക്കാരനാണ്, 2-3 ദിവസം ഇവിടെ കാണുമെന്നൊക്കെ ഉള്ളത്. ഇന്ദ്രൻ പിന്നീട് അഖിലുമായിട്ട് കൂട്ടാന്നൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല മാധവമേനയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന പോലീസ് ഓഫീസറാണ് അഖിലെന്നുള്ള കാര്യം. അഖില് വീടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. മാധവമേനന്റെ ഫോട്ടോ അവിടെ ഭിത്തിയെ തൂക്കിയിട്ടിരുന്ന് കണ്ടപ്പം അഖിൽ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ കുറെ സമയം പോയി നിൽക്കുകയാണ്. അപ്പോഴേക്കും സാധി വന്നിട്ട് പറഞ്ഞു, ഇതാരെന്ന് മനസ്സിലായില്ലേ, എൻ്റെ അച്ഛനാന്ന് പറഞ്ഞു. അതെനിക്കറിയാന്നൊക്കെ പറയാണ്. പിന്നീട് പൂർണിമയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അഖില് പെട്ടെന്ന് എല്ലാവരെയും ആ കുടുംബത്തിലുള്ള എല്ലാവരെയും കയ്യിലെടുത്തു. എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്നൊരു സ്വഭാവമായിരുന്നു അഖിലിന്. അത് മാത്രമല്ല ഇന്ദ്രനാണെങ്കിലും അഖിലിനോടൊരു അടുപ്പം തോന്നി. അഖില് കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇന്ദ്രന് മനസ്സിലായി ഇയാൾ നല്ലവനാണ് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അഖിലിന്റെ ഉള്ളിലെ ചിന്ത എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം. ഹരിനാരായണന്റെ മരണത്തിന് പിന്നിൽ അല്ലെങ്കിൽ അയാൾ മരിച്ചതാണോ അതോ ഇനിയിപ്പോൾ അയാളെ തട്ടിക്കൊണ്ട് ആരെങ്കിലും പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും ഒളിവ് പാർപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ അയാളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാധവമേന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അതറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചില തന്ത്രങ്ങളൊക്കെ ഇറക്കിയാൽ മതിയാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അഖില് പൊന്നുംപടത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.